ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. എന്താണ് ബംഗ്ലാദേശിലെ കലാപം? എന്താണ് കലാപത്തിന് കാരണം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ വീണ്ടും ഒരു വിഭജനമുണ്ടായി. കിഴക്കൻ പാകിസ്ഥാൻ എന്നും പശ്ചിമ പാകിസ്ഥാൻ എന്നുമാണ്. ഈ കിഴക്കൻ പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും മറിച്ച് മറ്റൊരു രാജ്യം ഉദയം കൊള്ളുകയാണ് ചെയ്തത്. ആ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിനെ ജമാഅത്തെ ഇസ്ലാമിയും പട്ടാളവും ചേർന്ന് ഗൂഢാലോചന നടത്തി അട്ടിമറിച്ചു. ഇതേ തുടർന്ന് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പല പുരോഗമന പദ്ധതികളും ബംഗ്ലാദേശിൽ നടപ്പാക്കിയപ്പോൾ ഇതിന്റെ ഭാഗമായി സാമ്പത്തികമായിട്ട് ബംഗ്ലാദേശ് ഒരുപാട് മുന്നേറാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കണ്ട് അസഹിഷ്ണുത തോന്നിയ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശിലെ ജവാന്മാരുടെ മക്കൾക്ക് നൽകി വന്നിരുന്ന സംവരണം നിർത്തലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് അവിടുത്തെ പൗരന്മാരും വിദ്യാർത്ഥികളുമാണ്. അവരെ രണ്ടുപേരെയും ഇളക്കിവിട്ട് അവിടെ ഒരു പ്രക്ഷോഭം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഒരു പ്രക്ഷോഭം ജൻസി കലാപം എന്നാണ് അറിയപ്പെട്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഷെയ്ഖ് ഹസീന ശക്തമായ നടപടിയാണ് ഇതിനെതിരെ സ്വീകരിച്ചത്. ആക്രമണകാരികളെ കണ്ടാൽ വെടിവെക്കാനായിരുന്നു ഉത്തരവ്. കലാപകാരികളായ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതി വരെ അഗ്നിക്കിരയാക്കി. അവരെ വധിക്കാനായിരുന്നു കലാപകാരികളുടെ ശ്രമം. ഈ ഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടിയത്. അവർക്ക് അഭയം കൊടുത്ത് സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഹസീന ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ച ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന മുഹമ്മദ് യൂനസ് ആണ്. ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തോഴനും പാകിസ്ഥാന്റെ നോമിനിയുമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ ചാര സംഘടനയായ ISI ആണെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ വിരുദ്ധ രാജ്യമായ പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശിനെയും ഇന്ത്യ വിരുദ്ധ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൻസി കലാപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷെയ്ഖ് ഹസീനയുടെ തലയിൽ കെട്ടിവെച്ച് ഹസീനയ്ക്ക് വധശിക്ഷ വരെ വിധിച്ച നാടാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഹസീനയെ വിട്ടുകൊടുക്കാൻ. എന്നാൽ ഇന്ത്യയും ഇന്ത്യ ഗവൺമെന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഹസീനയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും മറ്റു പ്രദേശമായ ചിറ്റഗോങ്ങിലും വൻ കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൻസി പ്രക്ഷോഭത്തിന്റെ നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയെ ഏതോ മുഖംമൂടി ധരിച്ചു വന്ന അജ്ഞാത സംഘം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ തുടർന്നാണ് ബംഗ്ലാദേശിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. കൊന്നത് ആരാണെന്നോ എന്തിനു വേണ്ടിയാണ് കൊന്നതെന്നോ അവിടുത്തെ ഗവൺമെന്റിന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വൻ കലാപമാണ് അഴിച്ചുവിട്ടത്. അതിന് ഉദാഹരണമാണ് മൈമൻ സിംഗ് പട്ടണത്തിലെ ഫാക്ടറി തൊഴിലാളിയായ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഓഫീസുകൾ അഗ്നിക്കിരയാക്കുകയും ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈ കമ്മീഷൻ ഓഫീസിന് നേരെ ആക്രമണം നടത്തുകയുമാണ് ചെയ്തത്. നമുക്ക് ആ കലാപ ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക്. আমি আবারও স্পষ্টভাবে বলতে চাই, ওসমান হাদি ছিলেন পরাজিত শক্তি, ফ্যাসিস্ট সন্ত্রাসীদের শত্রু। তার কণ্ঠ স্তব্ধ করে বিপ্লবীদের ভয় দেখানোর অপচেষ্টা সম্পূর্ণভাবে ব্যর্থ করে দেন। ভয়, সন্ত্রাস কিংবা রক্তপাতের মাধ্যমে এদেশের গণতান্ত্রিক অগ্রযাত্রা কেউ থামাতে পারবে না। হাদি ভাই ছিলেন জুলাইকে ধারণ করা অন্যতম একজন ব্যক্তি, যিনি দলমত নির্বিশেষে সকলের ঊর্ধ্বে গিয়ে জুলাইকে ধারণ করে আমাদেরকে ঐক্যবদ্ধ হওয়ার আহ্বান জানিয়েছেন। কালচারাল ফ্যাসিস্ট এবং ভারতীয় আধিপত্যবাদের বিরুদ্ধে তিনি সবসময় আমাদেরকে
সতর্ক করেছেন, তিনি তার আন্দোলন এককভাবে চালিয়ে গিয়েছেন। হাদি ভাইয়ের এই শাহাদাত আমাদের জন্য একটি মাইলফলক হয়ে থাকবে ইনশাআল্লাহ। এখানে মানুষজন জড়ো হয়েছে হাদি ভাইয়ের খুনিতে যাতে যত দ্রুত সম্ভব ধরা হয়। খুনিরা এই মুহূর্তে ইন্ডিয়া অবস্থান করছেন। হাদি ভাই পরিচিত ছিলেন হচ্ছে কি ওনার ইন্ডিয়া বিরোধী ভয়েসের জন্য। তো আমি চাই এই সরকার যেন দ্রুত ব্যবস্থা নেয়, দ্রুত যেন খুনিদেরকে ধরে এবং ধরার মাধ্যমে এটা বাস্তবায়ন করে। আমাদের যে ইচ্ছা, আমরা চাই যে হাদি ভাইয়ের আদর্শের জন্য সারা জীবন চলতে থাকুক, এটা আমি চাচ্ছি। ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റാണ് കലാപകാരികളെ പാലൂട്ടി വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ അവിടുത്തെ കലാപത്തെ നിയന്ത്രിക്കാൻ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന ആളുകൾക്ക് പോലും കഴിയാത്ത അവസ്ഥയാണ്, നിയന്ത്രിതാധീനമാണ്. ഇതേപോലത്തെ ഒരു സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തത്. ഇപ്പോൾ അതേ സാഹചര്യമാണ് താങ്കൾ അഭിമുഖീകരിക്കുന്നത്. മുഹമ്മദ് യൂനാസിന് ആര് അഭയം നൽകും?